വെൽക്കം ടു ഹൂറിൻസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ്. അതിലേക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ച സാധനങ്ങളാണ് ഇതെല്ലാം ഉള്ളത്. ഇനിയും ഒരുപാട് ഐറ്റംസുകളുണ്ട്, അത് വഴിയെ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതാ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലി, പിന്നെ ഗാർലിക്, ഓണിയൻ, എഗ്, പിന്നെ സോയ സോസ്, പിന്നെ സുർക്ക. ഇത്രയും സാധനങ്ങൾ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിലാണ് ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടും ശരിക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നാറ്. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. ആദ്യം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടറിൽ നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യാനുണ്ട്. ആദ്യം അത് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഒരു പീസ് ബട്ടറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 3-4 എഗ്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായി സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നന്നായി കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് മൈൽഡായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടാൽ മതി. ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഒലിവ് ഓയിൽ ചേർത്തിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. കുറച്ച് ബട്ടർ കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആദ്യം ഗാർലിക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. അതിനുശേഷം സവാള ചേർക്കാം. സോട്ടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെജീസ് ഇടാം. നമ്മുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾ ആണ് ഉള്ളത് അതെല്ലാം നമുക്ക് ചേർക്കാം. നമ്മുടെ ഇഷ്ടമല്ലേ, വീട്ടിലല്ലേ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ്. നമ്മുടെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ഉണ്ടായിരുന്നു. എനിക്ക് ക്യാബേജ് അത്ര വലിയ താല്പര്യമില്ല അതിൻ്റെ ടേസ്റ്റ് ഫ്രൈഡ് റൈസിന്, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ നല്ലതാണ് ചേർക്കാൻ. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓണിയൻ കൂടുതലായിട്ട് ചേർത്തത്. അല്ലെങ്കിൽ ഓണിയൻ ഇത്ര അധികം വേണ്ട. ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ സ്പ്രിംഗ് ഓണിയൻ കണ്ടതായിരുന്നു, പക്ഷേ എനിക്ക് ഫ്രൈഡ് റൈസിൻ്റെ കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഓർത്തത്. അങ്ങനെ ഇന്ന് രാവിലെ ഇത് കഴിച്ച് നമുക്ക് എങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാണ്. പക്ഷേ ഇത് സ്പ്രിംഗ് ഓണിയൻ ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, കാരണം നമ്മൾ സോയ സോസിൽ ഉപ്പുണ്ടാവും. നമ്മൾ റൈസ് ഇട്ട ശേഷമാണ് സോയ സോസ് ഒഴിക്കുക. നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ബൈറ്റിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പച്ചമുളക് ചേർത്തത്. അല്ലെങ്കിൽ നേരത്തെ ചേർക്കേണ്ടതായിരുന്നു. കഴിക്കുമ്പോൾ കുറച്ച് എരിവും കിട്ടണം. പിന്നെ നമ്മൾ കുറച്ച് പെപ്പറും കൂടി ചേർക്കുന്നുണ്ട്. പെപ്പർ ഇതിൽ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണൊക്കെ മതി.
കുറച്ച് ഷുഗർ തൂവി കൊടുക്കുന്നുണ്ട്, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച ബസ്മതി റൈസാണ്. നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കാണ് നമ്മൾ സോയ സോസ് ഒഴിക്കാൻ പോകുന്നത്. ചോറിൽ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതുകൊണ്ടാണ് അധികം ഉപ്പിടാത്തത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ചെയ്താൽ മതി. സോയ സോസ് ചേർത്ത് കുറച്ച് ഗ്രീൻ ചില്ലി സോസും ചേർക്കാം. അപ്പോൾ ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല ഫ്രൈ ആവണം. അതിലാണ് ഇതിൻ്റെ എല്ലാ ടേസ്റ്റും ഇരിക്കുന്നത്. നല്ല ചേർത്തുകൊണ്ട് കാര്യമില്ല, ഇത് എല്ലാം റൈസിലേക്ക് പിടിക്കണം. അതിന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. അത് ഓപ്പൺ ആക്കി വെച്ചിട്ട് കുറച്ച് നേരത്തെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് ഇളക്കിയാൽ ഈ റൈസ് ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കുറച്ചുകൂടെ ബെറ്റർ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രൈഡ് റൈസ്. നമ്മൾ വിചാരിക്കാത്ത അത്രയും ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിന്. നമ്മൾ സെർവ് ചെയ്തിട്ട് കാണിക്കാം.